അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിനൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശത ഉണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്ത് ഇങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. അതെ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷം മരണപ്പെടുന്നൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണെന്ന് പറയുന്നതാണ്. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അങ്ങനെ രാമായണം കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഭൂതപ്രേത ശാന്തിക്കലൊക്കെ പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടി? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഒരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് കുറെ ആ സ്വാധീനം എന്നിൽ ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ലൈറ്റോ അങ്ങനെയൊന്നും ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എന്റെ വീട്ടില് ഇലക്ട്രിസിറ്റി വരുന്നതന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ പോലും ഇല്ല. അങ്ങനെ ഒരു കാലമാണത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പൊ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താണ്? അത് ഒരു ദിവസത്തെ യാത്രയാണോ, അതോ ഒരുമിച്ചിരുന്ന് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഏറ്റവും പ്രധാനം തീൻമേശയിലെ ഭക്ഷണമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആരൊക്കെ ഉണ്ടോ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും ഒന്നിച്ചാണ് ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ് എപ്പോഴും സ്വീകരിക്കാറ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല സമയം. എപ്പോഴും ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഉള്ള അഭിപ്രായക്കാരനായ. അടിയന്തരാവസ്ഥക്കാലത്ത് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അത് അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പില് ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമ്മുടെ അടിച്ച് തോല് പിടിക്കാന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയം കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ എടുത്തിരിക്കുക. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നാണ്. കാരണം ഇവിടുത്തെ ഏജൻസിനെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല.